എന്തായാലും ഒരു BMR-നെ പക്ക സെഡോണിലോട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു BMR ആയിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് പറയുന്നത് നമ്മുടെ ഡാഷ് അല്ലേ, പുതിയ മോഡൽ വോൾവോ ടൈപ്പ് അല്ലേ, വോൾവോ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ ഡോർ ഇല്ലേ, കേരളത്തില് സ്ലീപ്പർ വണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതിയില്ല. ബാക്കി ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും സ്ലീപ്പർ രജിസ്റ്റർ ചെയ്യാം. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന് എന്തൊക്കെയോ നിയമങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ബെൽറ്റ് ഇട്ടേക്കണുണ്ടോ താഴെ, അതാണ് എഞ്ചിനും ഈ കംപ്രസറും തമ്മിലുള്ള കണക്ഷൻ. KSRTC ഫുള്ള് പരസ്യമുണ്ട്. ടൂറിസ്റ്റ് ബസ്സിൽ എന്തെങ്കിലും പടം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഫൈൻ അടിക്കും. നേരത്തെ ഓൾറെഡി സെറ്റ് 2 ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ സൈഡിലേക്ക് വല്ല മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇതാണ് ഇതിന്റെ ഒരു ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ പോർഷൻസ് ഒക്കെ വരുന്നത്. ഇതൊക്കെ നമ്മൾ മാറ്റും. ഇതുണ്ടോ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തട്ടം മുട്ടം ഇഷ്ടമാതിരി വരാറുണ്ട് അല്ലേ. ഹായ് ഹലോ നമസ്കാരം, നിങ്ങളുടെ സ്വന്തം നസ്രു വ്ളോഗറാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോണത് ഒരു സ്ലീപ്പർ വണ്ടിയുടെ വർക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കോട്ടയം സെറായുടെ സ്ലീപ്പർ വണ്ടിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് കോട്ടപ്പടിയിലാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ പെയിൻറ്റിങ് കാര്യങ്ങൾ, ഷീറ്റ് വർക്ക് മൊത്തത്തിൽ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല എക്സൈറ്റഡ് ആയിരിക്കും. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇവിടെ നിന്നുള്ളത് ഫോക്കസ് വിചാരനാണ്. നമസ്കാരം ചേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുറകിലുള്ളത് നമ്മുടെ ഒരു സ്ലീപ്പർ വണ്ടിയാണ് അല്ലേ. അപ്പോൾ ഇത് എത്ര ദിവസമായി ചേട്ടാ നമുക്ക് എത്തിയിട്ടുണ്ട്? ഇത് വന്നിട്ടൊരു 15 ദിവസമായി. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടൊക്കെ പൊളിച്ച് വെച്ചിരിക്കുകയാണ്, മാറ്റിയിരിക്കുകയാണ്. എന്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി? സെഡോൺ അല്ലേ. അപ്പോൾ നമ്മളത് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം, ഇതിന്റെ ഫ്രണ്ട് നേരത്തെ ഏതായിരുന്നു കേട്ടോ? സെറ്റ് 2 അല്ലേ? സെറ്റ് 2 ആയിരുന്നു. ഞാൻ നേരത്തെ ഒരു സെറ്റ് 2യുടെ വീഡിയോ നിങ്ങളിലോട്ട് എത്തിച്ചിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി മേളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെ വർക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം? ഇതിലിപ്പോൾ നമ്മൾ ഫ്രണ്ട് മിറർ ബ്രാക്കറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ഔട്ട്സൈഡ് ബോഡി വർക്ക്, ഷീറ്റുകളുടെ വർക്കുകൾ ചെയ്യാനുണ്ടല്ലോ, പെയിന്റിംഗ് ഉണ്ട്. പിന്നെ ഇന്നർ വർക്ക് കുറെ ഫുൾ വർക്ക് ഏകദേശം തന്നെ ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ലുക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷൻ വരുന്ന ഒരു വണ്ടിയാണ് അല്ലേ. പ്രകാശ് ബോഡിയാണ് വണ്ടി വരുന്നത്. 2016 മോഡലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന്റെ സൈഡ് ലുക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളറിലെ വണ്ടിയായിരുന്നു കേട്ടോ. പണ്ടത്തെ ഒരു പച്ച കളറാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ചിരണ്ടി കളഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ട് വരുന്ന സ്ലീപ്പർ വണ്ടിയാണ് വിജയടാ. പ്രകാശ് ബോഡിയാണല്ലേ പറഞ്ഞത്. പ്രകാശ് ബോഡി നിർമ്മിച്ച ഒരു സ്ലീപ്പർ വണ്ടിയാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണിച്ചു തരാനുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടാ, ഷീറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടേക്കാണ് മാറ്റാനുള്ളത്? ഷീറ്റ് നമുക്ക് ഈ എമർജൻസി ഡെയിലി ട്രിപ്പ് വണ്ടി ആയതുകൊണ്ട് എപ്പോഴും അത് കണ്ടിന്യൂസ് ഉള്ള ഒരു സംഭവമാണ്. വർക്കിന് ഇങ്ങനെയുള്ള ഷീറ്റുകൾ, ഡാമേജുള്ള ഷീറ്റുകൾ മാറാനുണ്ട്. ബാക്കിലെ ഡിക്കിയുടെ ഷീറ്റുകൾ മാറാനുണ്ട്. ബാക്കിലെ ഡിക്കിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വരുന്നത്. ഇപ്പൊ ചേട്ടാ, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിനേക്കാൾ ഹൈറ്റും കൂടുതലുണ്ട്. ഇത് 12 മീറ്റർ ആണ്. 12 മീറ്റർ ആണ് വണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ 12 മീറ്റർ വണ്ടിയാണ് കേട്ടോ. പിന്നെ ബാക്കിലൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഇതാണ് ഇതിന്റെ ഒരു ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ പോർഷൻസ് ഒക്കെ വരുന്നത്. ഇതൊക്കെ നമ്മൾ മാറ്റും. ഇതുണ്ടോ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തട്ടം മുട്ടം ഇഷ്ടമാതിരി വരാറുണ്ട് ചേട്ടാ. ഫ്രണ്ട് മാറാനുണ്ട്, മിറർ ബ്രാക്കറ്റ്, ഈ ഷീറ്റുകൾ മാറാനുണ്ട്. മൊത്തം ഉരച്ച് കളയണം. അത്യാവശ്യം ഒരു 2 ആഴ്ചത്തെ പരിപാടി ഉണ്ട്. പീസുകൾ ഇവിടെ പീസ് മാറാനുള്ളതാണ് അല്ലേ. ഇതൊക്കെ ഫൈബറിൽ തന്നെ ഫൈബർ തന്നെ. ഇത് പിന്നെ പീസൊക്കെ നമ്മുടെ ഓൾറെഡി ഉള്ളതാണ്. പീസ് കട്ട് ചെയ്യുക, അടുത്ത പീസ്. അപ്പൊ നമ്മള് ബാക്ക് മാറ്റണ്ടോ? ഇതിന്റെ ഇല്ല, ബാക്ക് മാറ്റണം, ഫ്രണ്ട് മാത്രം മാറ്റണല്ലോ അല്ലേ. അപ്പോ നമ്മുടെ ടൂറിസ്റ്റ് ബസിന്റെ പോലെ കൂടുതലായിട്ട് ബാക്ക് ഫ്രണ്ട് പുതിയ ഓൾട്ടറേഷൻസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ട്രെൻഡിനനുസരിച്ച് ഫ്രണ്ട് ഇപ്പൊ അപ്പൊ നമുക്ക് ആ പണിത് വെച്ചാണ് ഫ്രണ്ട് ഒന്ന് കാണിച്ചു കൊടുത്താലോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്തെടുത്താണ് ഫ്രണ്ട് കേട്ടോ. സെഡോൺ ഫ്രണ്ട് ആണ് വന്നിരിക്കുന്നത് അല്ലേ ചേട്ടാ. ഇതിപ്പോ എത്ര ദിവസം എടുത്താട്ടോ ചെയ്തെടുക്കാൻ? ഇതിപ്പോ 2 ദിവസത്തെ പരിപാടി. ഇനിയിപ്പോ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ? ഇതില് ഫിറ്റ് ചെയ്യും. പിന്നെ ഇതിന്റെ ഗ്രില്ല് ഇവിടെ വരാനുണ്ട്. പിന്നെ നമ്മള് പുറത്തേക്ക് ഫോൾഡ് ചെയ്യണ ഗ്രില്ല് നമ്മൾ ഫൈബറിൽ തന്നെയാണ് ചെയ്യണത്. ഫൈബർ ഗ്രില്ല് ഉണ്ട്. നെറ്റുള്ള ഗ്രില്ല് ഉണ്ട്. ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇപ്പൊ നേരത്തെ ഓൾറെഡി സെറ്റ് 2 ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ സൈഡിലേക്ക് വല്ല മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഏകദേശം നമ്മുടെ ഹെഡ്ലൈറ്റിനൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. അപ്പൊ ചേട്ടൻ ഇവിടെയൊക്കെ ക്ലിയർ ഒക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചാണ്. അപ്പോ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം, എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ചേട്ടാ വരുന്നത്? അത് എസിയുടെ കംപ്രസർ ആണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഡയറക്റ്റ് AC ആണ്. ഡയറക്റ്റ് AC ആണ്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് കാണിച്ചത് സൈഡ് എഞ്ചിൻ ആണ്. ഇത് ഇപ്പൊ വരുന്ന വണ്ടികളെല്ലാം ഇനി സൈഡ് എഞ്ചിൻ വണ്ടികൾ വരില്ല. അന്നത്തോടുകൂടി നമ്മൾ മറ്റേ വീഡിയോ എല്ലാ വണ്ടികളിലും ഇത് തന്നെയാണ്.
വരുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇത്ര ഫ്രീ ആയിട്ട് ഈ സംഭവങ്ങൾ കാണാൻ പറ്റുള്ളൂ അല്ലേ. കംപ്രസർ ഇതിന്റെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ആ ബെൽറ്റ് ഇട്ടേക്കുന്നുണ്ടോ താഴെ, അതാണ് എഞ്ചിനും ഈ കംപ്രസറും തമ്മിലുള്ള കണക്ഷൻ ആണ് കാണുന്നത് അല്ലേ. ഇത് വർക്ക് ചെയ്യുന്ന ഈ പൈപ്പ് കൂടെയാണ് നമ്മുടെ എസിയുടെ അപ്പൊ ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ എസിയുടെ കംപ്രസറാണ് വരുന്നത്, എഞ്ചിനാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ താഴെ അവിടെ നമുക്കൊരു ബെൽറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും എഞ്ചിനും കംപ്രസറും തമ്മിലുള്ള കണക്ഷനാണ് കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു ഫ്രണ്ടാണ് നമുക്ക് ഇവിടെ കയറ്റാൻ വേണ്ടി ഉള്ളത്. അതുപോലെ നമുക്കിനി ഇത് കൊമ്പൊക്കെ സെഡോൺ ആക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സെഡോൺ ആക്കുമ്പോഴത്തേനും മേളിൽ വല്ല മാറ്റങ്ങൾ വരുത്താനുണ്ടോ? ഇല്ല, മേള് അതിപ്പോ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആണെങ്കിൽ ആ ഒരു പർപ്പസ് ആകുമ്പോൾ ഫുള്ളായിട്ട് ടോപ്പിലെ പീസൊക്കെ മാറ്റിയിട്ട് അതിന്റെ ഷേപ്പ് അനുസരിച്ച് 2 ഇൻഡിക്കേറ്റർ സെന്ററിൽ ലൈറ്റ് ഒക്കെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഡെയിലി ട്രിപ്പ് വേണ്ടിയാണ് ഇവർക്ക് ഇത് അത്യാവശ്യം ലുക്ക് ആക്കി കൊടുക്കുക അല്ലെ. അപ്പൊ ഈ അടുത്ത് നമ്മുടെ അനിഴത്തിന്റെ വണ്ടി അല്ലെ, അനിഴത്തിന്റെ രാക്ഷസി ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അനിഴത്തിന്റെ ഫസ്റ്റ് വണ്ടിയായിരുന്നു കേട്ടോ, അത് വേഗ ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ അത് മാറ്റിയപ്പോ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു, നല്ല അഭിപ്രായങ്ങൾ വന്നായിരുന്നു അല്ലേ ഏട്ടാ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടൊക്കെ അതിന്റെ വ്യത്യാസം വരുത്തേണ്ടി വന്നതാണോ അല്ലേ. അതിന്റെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് അല്പം ഹൈറ്റ് കുറച്ചിട്ട് സെഡോണിന്റെ ടൈപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ സൈഡില് ഫോട്ടോ ഗ്ലാസിന്റെ ഫൈബർ പീസ്, ഫ്രണ്ട് കൊമ്പ്, ഫ്രണ്ട് നമ്മൾ അതിനനുസരിച്ച് സാധാ വണ്ടിക്ക് അനുസരിച്ചുള്ള സെഡോൺ ബോഡിക്ക് വേണ്ട രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് ഫുൾ ആയിട്ട് സെഡോൺ ആക്കി അല്ലേ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാലേ ഇപ്പൊ പല നമ്മൾ ചെയ്ത് കാണണമെന്ന് പറഞ്ഞാൽ സൈഡ് ലുക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ സെഡോണിന്റെ ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരു അവസരമുണ്ട്. പക്ഷെ ഫോക്കസിൽ അതില്ല. ഈ അടുത്ത് നമ്മൾ ചെയ്ത് വിട്ട നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, രാക്ഷസിയുടെ റിവ്യൂ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ ഫുൾ സെഡോൺ ഉള്ള ഒരു വണ്ടി, നമ്മൾ സെഡോൺ ആക്കണ ഒരു വണ്ടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം, അവിടെ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അല്ലെ. നമ്മള് വണ്ടിയുടെ അകത്തോട്ട് കയറിയാണ് കേട്ടോ. ഇപ്പൊ കുറെ ട്യൂബുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ കേട്ടോ, സ്റ്റീലിന്റെ. അത് ഇതിന്റെ കർട്ടൻ ചാനലാണ്. ഇതിപ്പോ എത്ര ഇഞ്ചിന്റെ വരുന്നത്? 580 mm അല്ലേ. ഫുള്ള് സ്റ്റീലാണ് കേട്ടോ ചെയ്യണത്. അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് വരുന്ന സംഭവമാണ്. ഓ, ഇവിടെ എല്ലാം കർട്ടൻസ് വരാണ്ടല്ലോ, അതായത് ഇങ്ങനെ ഇതിങ്ങനെ കൊടുക്കുന്ന സംഭവം അല്ലേ. ഓ, അതിന് വേണ്ടിട്ടുള്ള ഐറ്റാണ്. പിന്നെ ഇവിടെ നോക്കുമ്പോ തന്നെ നമുക്ക് കാണാം ഫുൾ ബെർത്ത് ആണ് കേട്ടോ. താഴെ 2 സീറ്റുകൾ കണ്ടോ, അതുപോലെ തന്നെ മേളില് 2 ബെർത്തുകളായിട്ടാണ് വന്നേക്കണേ. ഡബിൾ ബെർത്ത് ഉണ്ട്, സിംഗിൾ ബെർത്ത്. സ്ലീപ്പർ വണ്ടികളെല്ലാം അങ്ങനെ തന്നെയാണ്, ബാംഗ്ലൂർ സ്ലീപ്പർ വണ്ടികൾ. പിന്നെ അടിയിൽ സീറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല കുഷ്യനുള്ള സീറ്റുകളാണ്, പുഷ് ബാക്ക് ആണ് സീറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ AC നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോ ജിങ്കിയാണ് കേട്ടോ പറഞ്ഞത്, ജിങ്കിയുടെ തന്നെ AC നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചേട്ടാ ചെയ്യാൻ വേണ്ടിയുള്ളത്? അകത്ത് എല്ലാം റെക്സിൻ മാറാന് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, റെക്സിനുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പൊ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഇന്റീരിയർ ചേഞ്ച് നമുക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ചേട്ടാ നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ടൂറിസ്റ്റ് ബസിന്റെ ആകുമ്പോഴത്തേനും മേളില് നമുക്ക് പല മോഡൽ റെക്സിൻസ് പറഞ്ഞിട്ടുണ്ടല്ലേ. അത് സീറ്റും ടോപ്പും കൂടുതലും വരുന്ന ക്ലോത്ത് ആണല്ലേ. ഇതിനകത്ത് വരുന്ന റെക്സിൻ ആണ്. ഇതാണ് സംഭവം അല്ലെ. ഇതാണ് ഈ ഒരു മെറ്റീരിയലിനാണ് റെക്സിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതെല്ലാം നമ്മള് റെക്സിന് ഇപ്പൊ നമ്മൾ ഓരോരുടെ പർപ്പസ് അനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പൊ കളർ സെലക്ട് ചെയ്യണോ, ഈ ഏരിയയിൽ അടിക്കാനുണ്ടോ? അതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഇതിന്റെ കവറുകള് അങ്ങനെല്ലാം മാറാൻ. സീറ്റിന്റെ ഇതെല്ലാം മാറാനുള്ള. ഇതിപ്പോ മൊത്തത്തിൽ ഏകദേശം 1 മാസത്തിനടുത്തുണ്ടല്ലേ. ഇതുണ്ടോ ഫുള്ള് സ്റ്റീലിലാണോ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ 1 മാസം കൊണ്ടാണ് ഈ വണ്ടിയുടെ വർക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ പെയിന്റ് ചേഞ്ച് ചെയ്യാനുണ്ടല്ലേ. അതായത് ഇപ്പോൾ ഉള്ള ഗ്രീനിൽ നിന്ന് നമ്മൾ പുതിയ ചേഞ്ചിങ്ങും വരുത്തും, ചെറിയ ഡിസൈനും കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയറിൽ വരുന്ന മാറ്റങ്ങൾ. ബാംഗ്ലൂർ യാത്രയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാം. നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള വണ്ടികളിൽ അങ്ങനെ കൂടുതൽ സാധാരണക്കാർ അങ്ങനെ കൂടുതൽ യാത്ര ചെയ്യുന്ന വണ്ടിയല്ല. പിന്നെ ഇവിടെ ബാംഗ്ലൂരാണ് കൂടുതലും. ഇവിടുന്ന് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ബോംബെ അങ്ങനെയുള്ള സ്ഥലത്തുള്ള വണ്ടികളിലാണ് സ്ലീപ്പർ വണ്ടികളുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത് രജിസ്ട്രേഷൻ ഇല്ല. കേരളത്തില് സ്ലീപ്പർ വണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതിയില്ല. ബാക്കി ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും സ്ലീപ്പർ രജിസ്റ്റർ ചെയ്യാം. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന് എന്തൊക്കെയോ നിയമങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കണ്ടില്ലേ, KSRTC ഫുള്ള് പരസ്യമുണ്ട്. ടൂറിസ്റ്റ് ബസ്സിൽ എന്തെങ്കിലും പടം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഫൈൻ അടിക്കും. നമ്മുടെ നാട്ടിലൊരു നിയമം അങ്ങനെയാണ്. പക്ഷെ ഈ സ്ലീപ്പർ വണ്ടി നമ്മുടെ നാട്ടിൽ രജിസ്ട്രേഷൻ, അതാണ് ഈ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ സംഭവം രജിസ്റ്റർ ചെയ്തിട്ട് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ ചേട്ടാ നമുക്ക് എന്തായാലും ആ സെഡോൺ ആക്കിയ വണ്ടി കൂടി ഇതിന്റെ കൂട്ടത്തിൽ നമുക്കൊന്ന് കാണിക്കാം. അപ്പൊ ഗൈസ്, ഞാൻ നേരത്തെ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു BMR ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ ചേട്ടാ.
അപ്പോ ഇതൊരു BMR-ന്റെ ബാക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പൊ ഇതിപ്പോ സെഡോണിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കണം അല്ലേടാ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മേളിലും ചേഞ്ച് ആക്കിയിട്ടുണ്ട്, താഴെ സൈഡും എല്ലാം ഫുള്ള് ചേഞ്ച് ആക്കി അല്ലെ. ഇപ്പൊ ഡിക്കി മാത്രമാണ് നമ്മൾ നിലനിർത്തിയേക്കണം അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ തന്നെ കാണാം, മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസം അറിയണില്ല അല്ലെ. അപ്പൊ ശരിക്കും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഒറിജിനൽ സെഡോണിൽ നിന്ന്? സെഡോൺ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഹൈറ്റിനനുസരിച്ചുള്ള ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇത് നേരത്തെ ഒരു സെഡോൺ ഫ്രണ്ട് വെക്കുന്നതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സെഡോൺ ഫ്രണ്ട് ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞ ഗ്രില്ലിന്റെ പോർഷൻ ആണ് ഈ കാണുന്നത്. ഇത് മെറ്റലായിരിക്കും ചേട്ടാ പറഞ്ഞത്? എല്ലാ വണ്ടിയുടെയും മെറ്റലായിരിക്കും. ആ, താഴെ നമ്മുടെ ഗ്രില്ല് പ്രകാശിന്റെ ലോഗോ വരുന്ന പോർഷൻ കാണാം. ഒക്കെ ഫൈബറിൽ ചെയ്തെടുത്തേക്കുന്നത് അല്ലേ കേട്ടോ. അപ്പൊ ഇതൊരു BMR ആയിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് പറയുന്നത്? നമ്മുടെ ഡാഷ് അല്ലേ, പുതിയ മോഡൽ വോൾവോ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ ഡോർ അല്ലേ, ഡോറ് ഭയങ്കര ഹൈലൈറ്റ് ആണ് കേട്ടോ. ഡോർ എന്ന് പറഞ്ഞാൽ ഫുള്ള് മാറ്റിയിട്ടുണ്ട്, പുതിയ ഷീറ്റ് ഒക്കെ അടിച്ചാണ്. പുതിയ സെഡോണിലേക്ക് നമ്മൾ ഫുൾ വർക്കാണ് അല്ലേ. അപ്പൊ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാലോ കേട്ടോ. ഓക്കെ, കണ്ടോ ഫുള്ള് സെഡോണിന്റെ അതേ ഒരു ഡോറാണ് നമ്മളിവിടെ ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി അകത്തോട്ട് പോവുകയാണെങ്കിൽ കയറി കേട്ടോ. അവിടെ അകത്ത് നമ്മൾ കയറുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ ഡാഷ് ബോർഡ്. വോൾവോയുടെ ഡാഷ് ബോർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അടിപൊളിയൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കണ ഒരു പോർഷൻ ഉണ്ടാവില്ലല്ലോ കേട്ടോ. ഇത് ഇവിടുത്തെ കംപ്രസർ ഇല്ലാത്ത വണ്ടിയാണല്ലോ. കംപ്രസർ ഇല്ലാത്ത ഇവിടെ ഒരു പോർഷൻ ഉണ്ട് നിലവിൽ. അത് ഈ വണ്ടിക്ക് നല്ല AC വണ്ടിയല്ല, ഇത് നോൺ AC ആണ്. AC വണ്ടിക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾ അവിടെ കണ്ട ആ എഞ്ചിൻ ഡ്രൈവ് ആ കംപ്രസർ സംഭവം വരുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള വണ്ടികൾക്കാണെങ്കിൽ ഈ സംഭവം ഇവിടെ ഇങ്ങനെ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അത് കാണാത്തത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു വോൾവോ ടൈപ്പ് ഡാഷ്ബോർഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പുതിയ മോഡൽ എല്ലാ വണ്ടികൾക്കും ഈ ഒരു ഡാഷ്ബോർഡാണ് വരുന്നത്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡാഷ്ബോർഡാണ് ഉണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻലി എടുത്ത് കാണിച്ചത്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം, ഇതാണ് ടോപ്പ് പോർഷനൊക്കെ. ടോപ്പിലെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോപ്പൊക്കെ ഇതുണ്ടോ ഫുള്ള് പൊളിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഏരിയ തൊട്ട് ഇങ്ങോട്ട് മൊത്തം ബോഡി ബിൽഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ, ഫ്രണ്ടൊക്കെ ബിൽഡ് ചെയ്തെടുക്കുന്ന കാഴ്ചകൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സീലിംഗ് ഒക്കെ അടിക്കാനുണ്ടെന്നുണ്ടല്ലോ കേട്ടോ. സീലിംഗ് അടിക്കാനുണ്ട്, ക്ലോത്തും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ പുട്ടി വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും പുട്ടി വർക്കും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തും ഉണ്ട് കാണിക്കാൻ ഡ്രൈവർ ഡോർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ ഈ സൈഡ് നോക്കിയേ, ഇതും പക്ക സെഡോണിൻ്റെ തന്നെ ഡ്രൈവർ ഡോറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പുതിയ ഡോർ. ഇവിടെ ഒരു ഗ്ലാസിൻ്റെ പോർഷൻ അല്ല കേട്ടോ അല്ലേ, ഇവിടെ ഗ്ലാസിൻ്റെ പോർഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡൊക്കെ മൊത്തത്തിൽ ഗ്ലാസ് അതേ ഷേപ്പ് തന്നെ, യാതൊരു വ്യത്യാസമില്ലാതെ തന്നെയാണ് ചെയ്തേക്കണേ. ഇവിടെയൊക്കെ വരാനുണ്ട്. കുട്ടിയുടെ പരിപാടി കഴിഞ്ഞിട്ട് വാട്ടർ ചാനൽ. ഓക്കെ, ഈ ഷേപ്പ് സെഡോണിന്റെ കൊമ്പ് വന്നിട്ടില്ല. ഗ്ലാസ് നമ്മൾ പുതിയ ഗ്ലാസ്, ഇപ്പോഴത്തെ പുതിയ സെഡോണിന്റെ ഗ്ലാസ് ആക്കിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഈ ഒരു ഏരിയ തൊട്ട് മൊത്തം സെഡോണാക്കി മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോറാണെങ്കിലും ഈ ഡോറും അപ്പുറത്തെ ഡോറും ഫ്രണ്ടും മൊത്തത്തിൽ പൊളിച്ച് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ചെയ്യേണ്ട കേസില്ല. ജസ്റ്റ് ഫ്രണ്ട് ചേഞ്ച് ചെയ്യുക, ബാക്ക് ചേഞ്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു വണ്ടി അങ്ങനെ ചെയ്തേക്കണേ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെക്കുമ്പോൾ ഉള്ള ഇത് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി കൊണ്ടുവന്ന് നമുക്ക് കാണിച്ചു തന്നെ അല്ലേ കേട്ടോ. ടൈം എടുത്തല്ലേ. അപ്പോൾ ഗൈസ് ഇത് ഏകദേശം 1 മാസത്തോളം ടൈം എടുത്തിട്ട് ചെയ്തൊരു വണ്ടിയാണ് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണുന്നത് കണ്ടോ. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് വരുമ്പോഴത്തേനും മൊത്തത്തിലൊരു സെഡോണിൻ്റെ ലുക്കിലേക്ക് തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നിബി ഇവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നിബി? കൊള്ളാം അല്ലേ? ഒക്കെ തകർത്തോണ്ടിരിക്കുകയാണ്. ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് റോളിൽ വരും കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായി കഴിയാറായാ? നല്ല അടിപൊളി ഉരക്കലാണ്ടോ. കുട്ടിയൊക്കെ ഉരച്ച് നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു BMR-നെ പക്ക സെഡോണിലോട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഒട്ടും തന്നെ അറിയാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ ചെയ്തേക്കണത്. അപ്പോൾ ഉണ്ടോ ചേട്ടൻ ഉരച്ച് നല്ല അടിപൊളിയാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് കയ്യിലൊത്തും പൊടിയൊക്കെ ആയിട്ടുണ്ടോ, നമ്മൾ അവിടെ പോയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഏകദേശം ഒരു മാസത്തിന് താഴെ 10-25 ദിവസത്തെ വർക്കിന് ശേഷം എന്തായാലും ചെറുക്കൻ പുതിയ ലുക്കിലോട്ട് തന്നെ വരും. ആ സമയത്ത് വണ്ടി ഇറങ്ങണ കാഴ്ചകളും കൂടി ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വിജയടാ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ പെയിന്റിംഗ് ബൂത്തിലോട്ട് എന്താണ് കയറുന്നത്? നമ്മുടെ വണ്ടി പെയിന്റിംഗ് ബൂത്തിലേക്ക് അടുത്ത ദിവസം തന്നെ കയറും. അപ്പോൾ ഫ്രണ്ട് ചേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാളത്തേനും സെറ്റാക്കി കഴിയുമല്ലേ. ഇത് ഇവിടെ അങ്ങോട്ട് കയറ്റുക, സൈഡിലൊക്കെ ഫൈബർ ചെയ്ത് തന്നെ നമ്മൾ പിടിപ്പിക്കും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ വരുന്ന ആദ്യത്തെ സ്ലീപ്പർ വണ്ടിയുടെ വിശേഷങ്ങളാണ് അല്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ബീച്ചാറിനോട് ചോദിച്ച് നിങ്ങളോട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. ബൈ.